നമസ്കാരം, വെട്ടർ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള സീ ഫുഡ്, കഫ്തീരിയ, ഫിഷ് ഔട്ട്ലെറ്റ്, ട്രക്ക് വിതരണം എന്നിവ മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. താനൂർ ഹാർബറിൽ 100 കോടിയോളം രൂപ വകയിരുത്തിയ പ്രവൃത്തികൾ സർക്കാർ ചെയ്തതായി ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. ഇനിയും നടപ്പാക്കാനുള്ള പദ്ധതികൾ ഘട്ടം ഘട്ടമായി നടപ്പിൽ വരുന്നു. ഏറെ നേരത്തെ ആവശ്യമായിരുന്ന കുടിവെള്ള പ്രശ്നം 19 കോടി രൂപ വകയിരുത്തി പരിഹരിക്കപ്പെട്ടു. ടാങ്ക് നിർമ്മാണ പ്രവൃത്തികൾ ഏകദേശം പൂർത്തിയായതായി മന്ത്രി പറഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിനും കാർഷികത്തിനും വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകി നിറമരുതൂർ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് നാസർ പോളാട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രേമ അധ്യക്ഷനായി. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ തിരുത്തണമെന്നും കേരളത്തെ സാമ്പത്തികമായി തകർക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ തിരൂരങ്ങാടി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. ഏരിയ പ്രസിഡന്റ് എ ദിലീഷ് അധ്യക്ഷത വഹിച്ചു. ദേവദാർ ഓപ്പൺ ജിൻ മൂലക്കൽ സൗഹൃദ കൂട്ടായ്മ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ഫാത്തിമ ബീവി മുഖ്യാതിഥിയായി. വിദ്യാഭ്യാസത്തെ ജനകീയമാക്കാൻ സർക്കാർ നടത്തിയ ഇടപെടലുകൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണമേന്മയുണ്ടാക്കിയതായി മന്ത്രി വി അബ്ദുറഹ്മാൻ. നിറമരുതൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനായി നിർമ്മിച്ച പുതിയ കെട്ടിടവും നിറമരുതൂർ GMUPസിനായി നിർമ്മിച്ച ക്ലാസ് മുറികളുടെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലത്തിയൂർ KHMSS സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെൻറ്റും ചേർന്ന് ദേശീയ തലത്തിലടക്കം സ്കൂളിനായി മിന്നും പ്രകടനം നടത്തിയ സ്പോർട്സ് താരം ഗീതുവിനായി നിർമ്മിക്കുന്ന സ്നേഹവീടിൻ്റെ ഭൂമിയുടെ ആധാര കൈമാറ്റം നിർവഹിച്ചു. PTA പ്രസിഡന്റ് TN ഷാജി അധ്യക്ഷത വഹിച്ചു. അക്ഷര വെളിച്ചത്തിൽ 75 വർഷം പിന്നിടുന്ന പൊറൂർ വെള്ളക്കാട്ട് മുഹമ്മദ് ഹംസ മെമ്മോറിയൽ ലോവർ പ്രൈമറി സ്കൂളിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം സംഘടിപ്പിക്കുന്നു. ലോഗോ പ്രകാശനം കൗൺസിലർ ഷാഫി മാടമ്പാട്ട് നിർവഹിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ച ഡയാലിസിസ് സെന്റർ ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. ET മുഹമ്മദ് ബഷീർ MPയുടെയും അബ്ദുസമദ് റംസാൻ MPയുടെയും പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 1 കോടി 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഡയാലിസിസ് സെന്റർ നിർമ്മാണം പൂർത്തീകരിച്ചത്. മാനവികത ഉയർത്തിപ്പിടിച്ച് യുദ്ധ ഭീകരതയ്ക്കെതിരെ പോരാടാൻ മനുഷ്യസ്നേഹികൾ ഒരുമിക്കണമെന്ന് ISM മലപ്പുറം വെസ്റ്റ് ജില്ലാ തസ്കിയത്ത് സംഗമം അഭിപ്രായപ്പെട്ടു. ISM മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഹബീബ് നീരോൽപാലം അധ്യക്ഷത വഹിച്ചു. 750 കോടി രൂപ ചെലവിൽ FIFA നിലവാരമുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കാൻ സർക്കാർ തയ്യാറാക്കിയ പദ്ധതിക്ക് ഭൂമി അനുവദിക്കാൻ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനിച്ചെങ്കിലും വൈസ് ചാൻസലർ തുടർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മൂലക്കൽ KFC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ സംബന്ധിച്ചു. ഇതോടെ ഈ വാർത്തകളെത്തിക്ക് കൂട്ടമൊന്നും. നന്ദി, നമസ്കാരം.